ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ നാഗേന്ദ്രനാണ് ഈ എ ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യം കിരണും കല്യാണിയും കൂടെ കണ്ടെത്തുകയാണ് കേട്ടോ. അങ്ങനെ അവരെ സഹായിക്കാനായിട്ട് നന്ദുവും കൂടെ കൂടുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ തെളിവുകളും സംഘടിപ്പിച്ച് കൊടുക്കുന്നതും ഗ്രീനിയെ പൂട്ടുന്നതും നന്ദുവാണ്. ജ്വല്ലറിയുടെ താൽക്കാലിക MD ആയ ഡേവിഡിൻ്റെ കൂടെ ഇവരൊരു ബന്ധമൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് മുഖേന തന്നെയാണ് ജ്വല്ലറിയുടെ എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിലാക്കുന്നതും ആദർശനെയും നയനെയും നന്ദുവിനെയൊക്കെ ഇത് അറിയിക്കുകയും ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ അനന്തപുരിയുടെ പടി ഇറങ്ങി നയനും ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നുണ്ട്. ആദർശനെ കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്ന് പടിയിറങ്ങി വരികയാണല്ലോ നയന അങ്ങനെ വരുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നീ ഇപ്പം ചാടിക്കയറി ഇറങ്ങി വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, നീ അവിടെ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ടാ, ആദർശേട്ടൻ ഇല്ലാതെ ആ വീട്ടിൽ എനിക്ക് തന്നെ കഴിയാനാവില്ല. ആദർശേട്ടൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സമാധാനത്തോടൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഏതു നേരവും ഞാൻ ആദർശേട്ടനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദർശേട്ടൻ ഇല്ലാതെ അവിടെ പിടിച്ചു നിൽക്കാനാകില്ല. ആദർശേട്ടൻ അവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ മാത്രം എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ആദർശേട്ടൻ എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കാനേ എനിക്കും താല്പര്യം എന്നൊക്കെ തന്നെ നയന പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, നയനെ, അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്. നീ ഇപ്പോൾ ഒരു അമ്മയാകാൻ പോവുമല്ലേ, അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഒരു പ്രത്യേക കെയറൊക്കെ വേണ്ടതല്ലേ. അമ്മയുടെ അടുത്താകുമ്പം അമ്മ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും പറയുകയാണ് ആദർശ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ആദർശേട്ടാ, ആദർശേട്ടൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കാനാണ് എനിക്കും താല്പര്യം. അതിപ്പോൾ എങ്ങനെയാണേലും കുഴപ്പമില്ല, എനിക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആദർശേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നതന്നെ എനിക്ക് മനസ്സിന് സമാധാനം എന്നൊക്കെ നയന പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഞാൻ വേറൊരു ലക്ഷ്യത്തോടെ എങ്ങോട്ടേക്ക് വന്നത്. ആ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ വീട് വിട്ട് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലാതെ നിന്നെയോ മുത്തശ്ശനെയോ ഒന്നും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിക്കും നമ്മുടെ കുടുംബത്തിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ പിന്നാലെ കൂടിയിരിക്കുന്ന ശത്രു ആരാണെന്നുള്ളത് അറിയണം, അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. നമ്മുടെ കുടുംബം തന്നെ തകർക്കാൻ നോക്കുന്ന അവരാരാണെന്നുള്ളത് എനിക്ക് കണ്ടെത്തണം. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത്. അതിനെന്നെ സഹായിക്കാൻ നന്ദു ഉണ്ടല്ലോ, പോരാത്തതിന് കിരണും കല്യാണിയും ഉണ്ട്. നിനക്കിപ്പോൾ അത്യാവശ്യം റെസ്റ്റാണ്, സമാധാനമാണ്, അതുകൊണ്ടാണ് നീ അവിടെ തന്നെ നിന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞെന്നൊക്കെ ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, സാരമില്ല ആദർശേട്ടാ, ആദർശേട്ടൻ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആദർശേട്ടൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ഞാനും ആദർശേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഇല്ലാതെ ആദർശേട്ടൻ ഒന്നും നേരാവണ്ണം ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും എല്ലാത്തിനും ഒരു സപ്പോർട്ടായിട്ട് ഞാനും കൂടെ ഉണ്ടാവും എന്നൊക്കെ നയന പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കള്ളന്മാരെ പിടികൂടാൻ പറ്റണം. നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ ജ്വല്ലറികളെയൊക്കെ തകർക്കാൻ നോക്കുന്ന ശത്രുവിനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയണം. എന്നിട്ട് അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എല്ലാം നേടി വിജയിച്ച് സന്തോഷത്തോടെ തലയെടുപ്പോടു കൂടി തന്നെ ആദിശേട്ടൻ തിരികെ അനന്തപുരിയിലേക്ക് എത്തണം. ആദിശേട്ടൻ അങ്ങനെ അങ്ങോട്ടേക്ക് കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. ദേവയാനിയും ജയനും ഒക്കെ കൂടിയിട്ടാണ് നയനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയേച്ച് പോകുന്നത്. ആ സമയത്ത് ദേവയാനിയും ജയനും ഒക്കെ ആദർശനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പല കാര്യങ്ങളും നയനമോളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ വീട് വിട്ടിറങ്ങി വന്നതിന് ശേഷം അവിടെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും അബിയുടെയും ജലജയുടെയും ഒക്കെ മനസ്സിലുള്ള ഒരു സന്തോഷം എല്ലാ കാര്യങ്ങളും തന്നെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ മുത്തശ്ശൻ്റെ ഈ സ്വഭാവത്തിലുണ്ടായ മാറ്റം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. മുത്തശ്ശൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ ആരോടും പെരുമാറിയിട്ടില്ല, ഇതുപോലെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഇപ്പം മാത്രം എന്താ അങ്ങനെ മുത്തശ്ശൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായെന്ന് അറിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ജയനും ദേവയാനിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം സംസാരിച്ച ശേഷം അവർ തിരികെ പോവുകയാണ് കേട്ടോ. അവരൊക്കെ പോയതിനു ശേഷം കിരണും കല്യാണിയും കൂടെ ആദർശനെ കാണാൻ വരികയാണ്. അവരവിടെ എത്തിയതിനു ശേഷമാണ് നയന ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെ അവർ അറിയുന്നത്. നയനെ കണ്ടപാടെ കല്യാണി ഓടി വന്ന് നയനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. ആഹാ, നീയോ? നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ? നീ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ആദർശേട്ടൻ പറഞ്ഞില്ലല്ലോ. നീ അനന്തപുരിയിൽ തന്നെ നിൽക്കുമെന്നാണല്ലോ ആദർശേട്ടൻ പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം കിരണും ഇതേ ചോദ്യം തന്നെ നമ്മുടെ ആദർശിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കിരൺ നയനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നീ അവിടെ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. നിനക്കിപ്പോൾ അത്യാവശ്യം റെസ്റ്റും സമാധാനവും ഒക്കെ വേണ്ട സമയമാണ്. ഒരമ്മയുടെ കെയർ എപ്പോഴും നിനക്ക് കിട്ടേണ്ടതല്ലേ. ആ ഒരു സമയത്ത് നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ കിരൺ ചോദിക്കാട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ, ഞാൻ അത് പറഞ്ഞാൽ അവളെ അവിടെ നിർത്തിയേച്ച് വന്നത്. പക്ഷേ ഞാനില്ലാതെ അവൾക്ക് അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അവൾക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവൾ എങ്ങനെ പോകുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയാണ് അവളുടെ മനസ്സിൽ മുഴുവൻ. അതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നതെന്നൊക്കെ തന്നെ ആദർശ് പറയുകയാണ്. കല്യാണി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ലേ ആകുള്ളൂ, നമുക്കല്ലേ അറിയുള്ളൂ അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്നുള്ളത്.
എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി. രണ്ടുപേരും ഒരിടത്താകുമ്പം അതൊരു സമാധാനം തന്നെയാണ്. പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാനെങ്കിലും ഒരാൾ കൂടെയുള്ളത് നല്ലതല്ലേ ആദർശേട്ടാ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കുന്നത് തന്നെ ശരിയല്ല. അത് വല്ലാത്തൊരു സമാധാനക്കേടെ ഉണ്ടാക്കുകയുള്ളൂ. ഇതാകുമ്പം രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. കിരൺ പറയുന്നുണ്ട്, നയന ഇവിടെ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് പലഹാരവും ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നേനെ. എന്തായാലും ഒന്നും വാങ്ങിക്കാതെ വന്നല്ലോ എന്നിങ്ങനെ കിരൺ പറയുമ്പോഴേക്കും ആദർശ് ഒന്ന് ചിരിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിരണേട്ടാ. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ആദർശേട്ടൻ്റെ അടുത്ത് എത്തണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ നയന പറയുകയാണ്. എന്നാലും നിങ്ങൾ രണ്ടുപേരും ആദർശേട്ടനെ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയൊരു സമാധാനമാണ്. എല്ലാ കാര്യങ്ങളിലും ആദർശേട്ടനെ സഹായിക്കാൻ നിങ്ങളെപ്പോലെ നല്ലൊരു കൂട്ടുകാരുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ് എന്നിങ്ങനെ നയന പിന്നെയും പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും കല്യാണിയും AM ജ്വല്ലറിയുടെ MD-യുമായിട്ട് ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഇൻറ്റീരിയർ വർക്ക്സും അതുപോലെ കൺസ്ട്രക്ഷൻ വർക്ക്സും എല്ലാം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. അതുവഴി അവരുടെ അടിസ്ഥാനമൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ തന്നെ കിരൺ പറയുന്നുണ്ട്. എന്തായാലും അവിടെ ആർക്കും ഞങ്ങളെ ഒരു സംശയവും ഇല്ല. അവിടുത്തെ മാനേജർ ഉണ്ടല്ലോ ഡേവിഡ്, അയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അറിയാൻ നോക്കിക്കൊണ്ടിരിക്കുക. AM ജ്വല്ലറിയുടെ MD ഡേവിഡ് ആണെന്നാണല്ലോ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അയാൾ ഒരു താൽക്കാലിക MD മാത്രമാണ്. അയാളല്ല ശരിക്കും ആ കമ്പനിയുടെ ഓണർ. അയാളുടെ മുകളിൽ വേറെ ആരോ ഉണ്ടെന്നൊക്കെ തന്നെ കിരണും കല്യാണിയും പറയുന്നുണ്ട്. ഈ ഡേവിഡ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് അറിഞ്ഞിടത്തോളം അയാൾ വലിയ ആളൊന്നും അല്ല. അയാൾ കൂടുതലും ദുബായിലായിരുന്നു. അവിടെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ അയാളുടെ മുകളിൽ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. അയാൾ ആരാന്നുള്ളത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ എന്നൊക്കെ കിരൺ പറയുകയാണ്. എന്തായാലും അത് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല എന്നിങ്ങനെ ആദർശിനോട് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിനി എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ആ ആള് ആരാന്നറിയാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനി എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും AM ജ്വല്ലറിയുടെ ശരിക്കുള്ള ഓണർ ആരാന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ എന്ന് പറയുകയാണ് ആദർശ്. അല്ലാതെ നമുക്കിവിടെ വിജയിക്കാൻ പറ്റില്ല. മുത്തച്ഛൻ്റെ മുമ്പിൽ ഈ ചതിക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും നമ്മുടെ കുടുംബം തന്നെ നമ്മുടെ കുടുംബവും നമ്മുടെ ജ്വല്ലറികളെല്ലാം തകർക്കാൻ നോക്കുന്ന ശത്രു ആരാണെന്നുള്ളതും എനിക്ക് വെളിപ്പെടുത്തണം. അതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ തന്നെ ആദർശ് പറയുകയാണ്. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളിപ്പോൾ ആ കമ്പനിയിൽ കയറി പറ്റിയില്ലേ, ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ വഴിയെ കണ്ടുപിടിച്ചോളാം. അതുവരെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. ഡേവിഡിനെ ഒന്ന് മയപ്പെടുത്തി എടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ തന്നെ പറഞ്ഞോളും എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അതെ, നീ അതേ രീതിക്ക് തന്നെ മുന്നോട്ട് പൊയ്ക്കോ. പക്ഷേ അവർക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു. അന്ന് മുംബൈയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇയാളാണോ AM ജ്വല്ലറിയുടെ ശരിക്കുള്ള MD എന്ന് ഞാൻ അന്നേരം ആലോചിക്കാതിരുന്നുമില്ല. പിന്നെ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതലൊന്നും എനിക്ക് ചിന്തിക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. ഇയാളുമായിട്ട് നമുക്ക് നേരത്തെ ഒരു പരിചയമില്ല. നമ്മൾ മുമ്പെങ്ങും ഇയാളെ കണ്ടിട്ടുമില്ല. മുത്തശ്ശനും ഇയാളെ വലിയ പരിചയമൊന്നുമില്ല. ഇയാളുടെ പിന്നിൽ വേറെ ആരും ഉണ്ടെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറികളെയും മുത്തശ്ശനെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ തന്നെ ഇതിൻ്റെ പിന്നിലെന്ന് നമ്മുടെ ആദർശ് തീർത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, എന്തായാലും നമുക്കിതെല്ലാം കണ്ടുപിടിക്കാം ആദർശേട്ടാ. ആദർശേട്ടൻ ഇങ്ങനെ വിഷമിക്കണ്ട. ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ കൂടെ നയനയും ഉണ്ടല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇനി കുറച്ചുകൂടെ സ്പീഡിലാകും. എന്തായാലും നമ്മൾ ഈ ശത്രുവിനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ കല്യാണി ഉറപ്പ് നൽകിയാണ് കേട്ടോ ആദർശനും. എന്തായാലും ആ ഗ്രീന എന്നുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് നന്ദു. മുംബൈയിലുള്ള പോലീസുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഹോട്ടലിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ നോക്കിയ ഗ്രീന എന്ന പെൺകുട്ടി എന്തായാലും സ്റ്റാലിൻ മാർട്ടിൻ ജ്വല്ലറിലെ ഒരു സ്റ്റാഫല്ല. അന്ന് എന്നെ ചതിയിൽപ്പെടുത്താനായിട്ട് അവളെ മനഃപൂർവ്വം ആരും അങ്ങോട്ടേക്ക് അയച്ചതാണ്. അവളുടെ പിന്നിലും ഈ AM ജ്വല്ലറിക്കാരുടെ കൈകളാണോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. അവളെ നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമുക്ക് സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ ആദർശം നയനയും പറയുകയാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, മൂർത്തി മുത്തശ്ശൻ്റെ വേറൊരു മുഖമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശൻ ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ആദർശേട്ടനോടും വലിയ ദേഷ്യമാണ് മുത്തശ്ശൻ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ നയന. എന്തായാലും അബിക്കും അപ്പച്ചിക്കും ഒക്കെ ആദർശേട്ടൻ വീട്ടിൽ നിന്ന് പോയതും അതുപോലെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതും ഒക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പം നടന്നത് എന്നൊക്കെ ഇങ്ങനെ നയന സങ്കടപ്പെട്ട് പറയുക കേട്ടോ. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നീ അതൊന്നും ഓർത്ത് വിഷമിക്കാനേ പാടില്ല. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളവിടെ വിജയിച്ചു എന്നല്ലേ അർത്ഥം. പിന്നെ തല ഉയർത്തിക്കൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ മുമ്പിൽ ചെല്ലാവല്ലോ. പിന്നെ എന്തിനാ അത് ഓർത്ത് വിഷമിക്കുന്നതെന്നൊക്കെ കല്യാണി ചോദിക്കുകയാണ് കേട്ടോ നയനയോട്. മൂർത്തി മുത്തശ്ശനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പം എങ്ങനെ അതിനോട് പ്രതികരിക്കാതിരിക്കും? ഇതിൻ്റെ പേരിൽ മുത്തശ്ശൻ ആദർശേട്ടനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല.
മുത്തശ്ശൻ്റെ കാലശേഷവും ഈ കമ്പനിയും ഈ കുടുംബവും ഒക്കെ ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദർശേട്ടനെ കഴിയുള്ളൂ എന്നല്ലേ മുത്തശ്ശൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ഊർജിതമായിട്ട് പ്രവർത്തിക്കാനും ചതികളൊക്കെ തിരിച്ചറിഞ്ഞ് നേരിടാനും ഒക്കെ ആദർശേട്ടനെ പ്രാപ്തനാക്കുന്നതാണെങ്കിലോ അങ്ങനെയും ചിന്തിച്ചുകൂടെ നമുക്ക് എന്നിങ്ങനെ ചോദിക്കാനോട്ടോ കല്യാണി. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്തോ ആണെങ്കിലും എനിക്കതൊന്നും കേട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ആദർശേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പം എനിക്ക് വല്ലാത്ത വിഷമമാണ്. ആദർശേട്ടനേക്കാൾ എത്രയോ വലിയ തെറ്റുകൾ ചെയ്ത അബിയാണ് തെറ്റിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുക അവനും അവൻ്റെ അമ്മയൊക്കെ. എന്നിട്ടും അവനും അവൻ്റെ അമ്മയൊക്കെ സന്തോഷത്തോടെയല്ലേ അവിടെ നിൽക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ ഇങ്ങനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴേക്കും എനിക്ക് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നിങ്ങനെ ആ നയന ചോദിക്കുന്നുണ്ട്. പലപ്പോഴും നവ്യേജി പോലും ആദർശേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പം എനിക്ക് എൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടമാകുക. അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ നവ്യേച്ചിയോട് തുറന്നു പറഞ്ഞാലെന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചതാ. അന്ന് ആദർശേട്ടൻ്റെ അച്ഛൻ വന്നതിനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ നവ്യേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞേനെ. അത് വീണ്ടും ഒരു കുടുംബകലഹത്തിൽ കൊണ്ട് എത്തിച്ചേനെ. കുടുംബത്തിനകത്ത് പിന്നെയും പ്രശ്നങ്ങളായേനെ. ഉള്ള സമാധാനം കൂടി നഷ്ടമായേനെ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. കല്യാണം കിരണം പറയുന്നുണ്ട്, അത് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല നയനെ. ഇനി എന്തായാലും അതേക്കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്യം എന്താണോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ശത്രുക്കളെ വേരോടെ തന്നെ പിടിതറിയാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് നമുക്ക് ഇനിയും കുറെ കൂടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. എന്തായാലും നമ്മൾ ഇതിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതിനൊരു തീരുമാനം കണ്ടിട്ട് വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ തന്നെ കിരണും കല്യാണിയും ഒക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നയനയും ആദർശനെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് കിരണും കല്യാണിയും കൂടെ. അങ്ങനെ നന്ദു ആണെങ്കിലും ഊർജിതമായിട്ട് തന്നെ മുംബൈ പോലീസുകാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവർ മുഖേനയല്ലേ ആ ഹോട്ടലിൽ നിന്ന് CCTV ദൃശ്യങ്ങളൊക്കെ കൈപ്പറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരം നന്ദു അതിനുള്ള ശ്രമങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ടാകണം AN ജ്വല്ലറി ഇതുപോലൊരു അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടാവണം അവരെന്തായാലും കാശൊക്കെ എറിഞ്ഞ് ആ പോലീസുകാരെയും അതുപോലെ തന്നെ ആ ഹോട്ടൽ ഉടമസ്ഥരെയും എല്ലാം കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പോലീസുകാർ വലിയ സഹകരണം ഒന്നും കാണിക്കുന്നുമില്ല. ആ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നന്ദുവിന് പറഞ്ഞും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ നന്ദു ആകെ ഇങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ്. AN ജ്വല്ലറിക്കാർ അവരെയൊക്കെ വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലെന്നുള്ളത് നന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നന്ദു ഈ കാര്യങ്ങളൊക്കെ ആദർശനെ വിളിച്ച് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നയനെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നയനയ്ക്കും ചെറിയൊരു രീതിക്ക് സംശയമൊക്കെ ആവുന്നുണ്ട് അവന്തിക്ക്. ആദർശിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് നയന തന്നെ നന്ദുവിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവന്തികയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. കാരണം അവന്തിക മിക്കപ്പോഴും പുറത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പതുങ്ങി ഇന്ന് ഫോൺ സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അമ്മയും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവളിപ്പോൾ അവളുടെ അമ്മയുടെയും ചേട്ടൻ്റെയൊക്കെ രീതിക്ക് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ സംശയിച്ചില്ലെന്നേ ഉള്ളൂ. ചെറിയ രീതിക്ക് അവളോടൊരു സംശയമുണ്ട്. എന്തായാലും മോള് അവന്തികയുടെ കാര്യങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നയന. നന്ദു പറയുന്നുണ്ട്, അതെ ചേച്ചി, എനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കാരണം നേരത്തെയും അവളുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ലായിരുന്നല്ലോ. അവളുടെ അമ്മയുടെയും ചേട്ടൻ്റെയൊക്കെ അതേ സ്വഭാവം തന്നെയല്ലായിരുന്നു അവൾക്കും. പിന്നെ അവൾക്കുണ്ടായ ഈ ഒരു മാറ്റം അതെനിക്ക് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചേച്ചിയും ആദർശേട്ടൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് അവൾക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്നൊക്കെയല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവളിലേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതിരുന്നത്. എന്തായാലും ഇതിലൊക്കെ എന്തോ ഒരു ചതി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായ ചേച്ചി. പിന്നെ അബിയെ ഒന്ന് നന്നായിട്ട് കുടഞ്ഞെടുക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം നവ്യേച്ചിയെ ചൂട് പിടിപ്പിച്ച് വിടുന്നതും AN ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ നവ്യേച്ചിയെ കൂടെ കൊണ്ടുപോയി വിടുന്നത് അബിയല്ലേ. അതുകൊണ്ട് അവരും ഡേവിഡും തമ്മിൽ ഈ ഒരു കരാറല്ലാതെ വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. നയനയും പറയുന്നുണ്ട്, അതേ മോളെ, അത് എത്രയും പെട്ടെന്ന് തന്നെ മോള് കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ആദർശേട്ടൻ്റെ അടുത്ത് എത്തി. ആദർശേട്ടനെ കാണാതെ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു എന്നൊക്കെ തന്നെ നയന പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു അവന്തികയും അതുപോലെ തന്നെ അബിയൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അബി പോകുന്ന സ്ഥലങ്ങളിലും അതുപോലെ അവന്തിക പോകുന്ന സ്ഥലങ്ങളും എല്ലാം തന്നെ നമ്മുടെ നന്ദു വാച്ച് ചെയ്യാൻ തുടങ്ങിയാണ്. അങ്ങനെ നന്ദു CCTV ദൃശ്യങ്ങളുടെ ഒന്നും പുറകെ പോകാതെ അവന്തികയുടെയും അബിയുടെയും ഫോണുകളൊക്കെ ട്രേസ് ചെയ്ത് അവരാരെയൊക്കെ വിളിക്കുന്നുണ്ട്, ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അതുപോലെ അവരെവിടെയൊക്കെ പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അന്വേഷിക്കുകയാണ്. കിരണും കല്യാണിയും AN ജ്വല്ലറിൽ കയറി പറ്റിയോണ്ട് തന്നെ ഡേവിഡുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഡേവിഡ് അല്ല യഥാർത്ഥ MD എന്നുള്ളത്. ശരിക്കുള്ള MD ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഡേവിഡ് ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അങ്ങനെ കുറച്ച് നാൾ ഡേവിഡുമായിട്ട് ഒന്ന് സഹകരിച്ച് ഡേവിഡിൻ്റെ വിശ്വാസം നേടിയെടുത്തതിനു ശേഷം ഡേവിഡുമായിട്ടൊന്ന് സംസാരിക്കുകയാണ് കിരണും കല്യാണിയും. പെട്ടെന്നുള്ള AN ജ്വല്ലറിയുടെ വളർച്ചയും അതുപോലെ നമ്പർ 1 ആയ മൂർത്തീസ് ജ്വല്ലറിയെ തറ പറ്റിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ നമ്മുടെ ഡേവിഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കിരണും കല്യാണിക്കും. ഡേവിഡിന്റെ മറുപടിയിൽ നിന്ന് തന്നെ ഇതൊക്കെ വെട്ടിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ മനസ്സിലാവുകയാണ് അവർക്ക്. ഞാനൊരു താൽക്കാലിക MD മാത്രമാണ്. AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ ഇതുവരെയും ആരുടെ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല.
അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്, ഞാനാണ് എല്ലാം മുന്നിട്ടിറങ്ങി നടത്തുന്നതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് കിരൺ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പോലും ശരിക്കുള്ള MD ആരാണെന്ന് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ. ഡേവിഡ് പറയുന്നുണ്ട്, 1-2 സ്റ്റാഫുകൾ ഒഴിച്ച് ബാക്കി ആർക്കും തന്നെ ഈ സത്യങ്ങളൊന്നും അറിയില്ല, എല്ലാവരും എന്നെയാണ് MD സ്ഥാനത്ത് കാണുന്നത്. അങ്ങനെ കിരണും കല്യാണിയും സംസാരിക്കുന്നതിനിടയിൽ അനന്തപുരിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എടുത്തിടുകയാണ്. അവിടെ അബിയുടെയും ജലജയുടെയും കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ് കേട്ടോ അവർ. അന്നേരം ഡേവിഡിൻ്റെ റിയാക്ഷൻ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അബിയുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടത്. ആ സമയത്ത് അബിയോട് ഒരിച്ചിരി താല്പര്യമുള്ള പോലെയാണ് നമ്മുടെ ഡേവിഡ് സംസാരിക്കുന്നതും. അതൊക്കെ നമ്മുടെ കിരണും കല്യാണിയും നന്നായിട്ട് തന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അനന്തപുരി തറവാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അബിയാണ്. അവൻ ആ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ കുടുംബം തകർക്കാനാണ് നോക്കുന്നത്. ഇതൊക്കെ പൊതുവായിട്ട് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈയിടെ അവൻ കാരണം കുറേയധികം പ്രശ്നങ്ങൾ ജ്വല്ലറിക്കും കുടുംബത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും അബിയെ സപ്പോർട്ട് ചെയ്താണ് ഇയാൾ സംസാരിക്കുന്നത്. അത് മാത്രമല്ല, അബിയുടെ ഭാര്യ നവ്യ ഇപ്പോൾ ജ്വല്ലറിയുടെ മോഡലാണല്ലോ. ഇനി അങ്ങോട്ടേക്കുള്ള 2 വർഷത്തേക്ക് നവ്യാണല്ലോ ഈ കമ്പനിയിലെ പരസ്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അതും അനന്തപുരി തറവാടിലൊരു വലിയ വെല്ലുവിളി തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് അയാൾ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കിരൺ ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ നവ്യയെ തന്നെ തിരഞ്ഞെടുത്തത്? നവ്യയെ കൂടാതെ വേറെ എത്രയോ നല്ല മോഡലുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്, എന്നിട്ടും അനന്തപുരിയുടെ മരുമകളായ നവ്യയെ തന്നെ എന്തിനെതിരെ ചൂസ് ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാനെന്ത് പറയാനാ, നവ്യെ തന്നെ ഈ കമ്പനിയുടെ മോഡലാക്കണമെന്ന് അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്, അതുകൊണ്ടാണ് ആ രീതിക്ക് അബിയോട് സംസാരിച്ചതെന്നും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അബിക്കും ഉടനെ തന്നെ ഇവിടെ ഒരു ജോലി കൊടുക്കും എന്നിങ്ങനെ അയാൾ പറയുമ്പോഴേക്കും കിരണും കല്യാണിയും ആകെ ഷോക്കാവുന്നുണ്ട്. അവൻ്റെ ഭാര്യ നവ്യ തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്നും അയാൾ പറയുകയാണ് കേട്ടോ. തന്നെയല്ല, അനന്തപുരി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുന്നത് അബിയും അബിയുടെ വൈഫുമാണ്. അവർ നമുക്ക് വേണ്ടി ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മളും തിരിച്ചവരെ സഹായിക്കണ്ടേ എന്നിങ്ങനെ അയാൾ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുക കേട്ടോ. അപ്പോൾ കല്യാണിക്കും കിരണിനും മനസ്സിലാവുന്നുണ്ട് എന്തായാലും അനന്തപുരി നടക്കുന്ന കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നത് അബിയും നവ്യയും തന്നെയാണെന്ന്. അങ്ങനെ ഇനി 1ാം സ്ഥാനത്തേക്ക് എത്താൻ അധികം താമസമൊന്നുമില്ല അല്ലേ സാർ എന്നിങ്ങനെ നമ്മുടെ കിരൺ ചോദിക്കുമ്പോഴേക്കും അതിനിപ്പോൾ എന്താ സംശയം, ഗൾഫിലിപ്പോൾ ഞങ്ങൾ തന്നെയാണ് 1ാം സ്ഥാനത്ത്, നാട്ടിലും ഇപ്പോൾ ഈ ഡീല് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഷെയറൊക്കെ ഞങ്ങൾക്ക് കുത്തനെ കൂടുകയാണ് ചെയ്തത്. അതേസമയത്ത് അനന്തപുരിയിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയറൊക്കെ കുത്തനെ ഇടിയുകയും ചെയ്തു. അത് തന്നെ ഞങ്ങൾക്കൊരു വലിയ നേട്ടമാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ ഡേവിഡ്. അങ്ങനെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവസാനം ഡേവിഡിൻ്റെ വായിൽ നിന്ന് തന്നെ നാഗേന്ദ്രൻ എന്നുള്ളൊരു പേര് വീഴുകയാണ്. ജ്വല്ലറിയുടെ ശരിക്കുമത്തെ MD നാഗേന്ദ്രനാണെന്നുള്ളത് ഡേവിഡിൻ്റെ വായിൽ നിന്ന് തന്നെ അറിയാതെ വീണ് പോകുന്നുണ്ട്. കിരൺ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല ഈ നാഗേന്ദ്രൻ ആരാണ്, അവരുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. ഇതിനു മുമ്പ് എങ്ങും ഈ പേര് കേട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഡേവിഡ് ഒന്ന് പതറിപ്പോകുന്നുണ്ട്. കാരണം ഡേവിഡിൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണ് പോയതല്ലേ ഈ ഒരു വാക്ക്. എന്നിട്ട് ഡേവിഡ് ഫോട്ടോയോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഡേവിഡിന് അവിടെ ഒരു അബദ്ധം പറ്റി എന്നുള്ളത് ഡേവിഡ് മനസ്സിലാവുന്നുണ്ട്. കിരണും കല്യാണിയും കൂടുതൽ ഡേവിഡിനോട് നാഗേന്ദ്രൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നീട് നാഗേന്ദ്രൻ്റെ ഒരു കാര്യങ്ങളും ഡേവിഡ് പറയുന്നില്ല. എന്തായാലും ഡേവിഡിൻ്റെ കൈവിട്ട് പോയി കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാകുമ്പോഴേക്കും കിരണും കല്യാണിയും യാത്ര പറഞ്ഞിട്ട് ഡേവിഡിൻ്റെ ഓഫീസ് റൂമിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ ചെന്നിട്ട് ആദർശിനോടും നയനോടും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. നാഗേന്ദ്രൻ എന്ന ആളാണ് ജ്വല്ലറിയുടെ MD എന്നുള്ള കാര്യം കിരൺ തന്നെ ആദർശിനടുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. നാഗേന്ദ്രൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആരാണെന്നുള്ളത് നമ്മുടെ ആദർശിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ജലജപ്പിച്ചയുടെ ഭർത്താവാണ് നാഗേന്ദ്രൻ എന്നുള്ള കാര്യം കിരണിനോടും കല്യാണിയോടും അതുപോലെ തന്നെ നയനയോടും വെളിപ്പെടുത്തുമ്പോഴേക്കും അവരെല്ലാം ഷോക്കായി നിൽക്കുകയാണ്. അവർക്ക് ആർക്കും തന്നെ നാഗേന്ദ്രനെ പരിചയമില്ല. കാരണം അബിയും അവന്തികയും കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മുത്തശ്ശൻ തറവാട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടതല്ലേ നാഗേന്ദ്രനെ. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഈ നാഗേന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകളൊന്നുമില്ല. അങ്ങനെ നന്ദുവിനെ പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞ ആദർശ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. നന്ദുവിനും ഇതേ സമയത്ത് തന്നെ അബി ഡേവിഡിനെ വിളിക്കുന്ന കാര്യങ്ങളും അതുപോലെ നന്ദുവിനും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുകയാണ്. കാരണം അബി ഡേവിഡുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും അബിയാണ് അനന്തപുരിലെ കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നതെന്നൊക്കെയുള്ളത് നമ്മുടെ നന്ദുവിന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ അവന്തികയുടെ പിന്നാലെ നന്ദു ഒരു അന്വേഷണം നടത്തുമ്പോഴേക്കും അവന്തിക കൂടെ ആരെയോ കാണാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ നന്ദു കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കിരണും കല്യാണിയും കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നാഗേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കിരൺ തന്നെ നന്ദുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവന്തികയ്ക്കും ഇതിലൊരു പങ്കുണ്ടെന്നുള്ളത് അവരെല്ലാവരും മനസ്സിലാക്കിയാണ് കേട്ടോ. അങ്ങനെ അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധമുണ്ടെന്നുള്ളതും അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് മൂർത്തീസ് ജ്വല്ലറിയും അതുപോലെ അനന്തപുരി തറവാടിനെയും തകർക്കാൻ നോക്കുന്നതെന്നൊക്കെയുള്ളത് ആദർശിനും നയനയ്ക്കും കിരണും കല്യാണിക്കും നന്ദുവിനും ഒക്കെ മനസ്സിലാകുകയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ്റെ മുമ്പിൽ തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും തെളിയിക്കണം എന്നുള്ളൊരു ഒറ്റ ബോധത്തോടെ തന്നെ എല്ലാവരും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവന്തികയുടെ ഫോൺ നമ്പർ വെച്ചിട്ട് തന്നെ അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നതും
ഇനി എപ്പോഴാണ് ഇവർ തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദു കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക വീണ്ടും നാഗേന്ദ്രനെ കാണാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം നാഗേന്ദ്രൻ തന്നെ വിളിച്ചിട്ടാണ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ഇപ്പോൾ ഇന്റീരിയൽ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ബ്രാഞ്ചിൽ ഡയമണ്ടിന്റെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവയ്ക്കാനാണല്ലോ അവരുടെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും അതിന്റെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് നമ്മുടെ അവന്തികയെ നാഗേന്ദ്രൻ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ അവന്തികയെ കാണാനായിട്ട് നാഗേന്ദ്രൻ ചെല്ലുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നയന വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയി എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടെ നേരിട്ട് പറയാനായിട്ട് സന്തോഷത്തോടെ തന്നെ ചെല്ലുകയാണ് അവന്തിക. എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നന്ദു തന്നെ മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേപോലെ മുത്തശ്ശൻ ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ മുത്തശ്ശനും അധികം വൈകാതെ തന്നെ അവന്തികയും നാഗേന്ദ്രനും കൂടെ കൂടിക്കാഴ്ച നടത്തുന്ന ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നാഗേന്ദ്രനും അവന്തികയും ഈ ഒരു പ്ലാനിങ് ഒന്നും തന്നെ അറിയുന്നില്ല കേട്ടോ. ആ സമയത്ത് ഹോട്ടൽ മുറിയിൽ ഡേവിഡും ഉണ്ടായിരുന്നു. കാരണം ഈ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണല്ലോ. അപ്പോൾ ഡേവിഡും നാഗേന്ദ്രനും അവന്തികയും കൂടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദർശ് വീട് വിട്ട് പോയതിന് പിന്നാലെ ആദർശിന്റെ ഭാര്യ നയനയും പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴേക്കുമാണ് ഹോട്ടൽ മുറിയിൽ അവരിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് തന്നെ നന്ദു അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. നന്ദുവിനെ കാണുമ്പോഴേക്കും ആദ്യം തന്നെ അവർ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ കിരണും അതുപോലെ ആദർശും മുത്തശ്ശിയും കയറി ചെല്ലുകയാണ് കേട്ടോ. ഇവരെ കണ്ട പാടെ തന്നെ എല്ലാവരും ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് നാഗേന്ദ്രനും അതുപോലെ അവന്തികയും ഡേവിഡും ഒക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ തന്നെയും തൻ്റെ കുടുംബത്തെയും ചതിക്കാൻ എത്തിയത് നാഗേന്ദ്രനാണെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി മനസ്സിലാക്കിയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ കിരണിന്റെയും നന്ദുവിന്റെയും ഒക്കെ സഹായത്തോടെ ആദർശ് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ മൂർത്തിസ് ജ്വല്ലറിയുടെയും അനന്തപുരം തറവാടിൻ്റെയൊക്കെ യഥാർത്ഥ ശത്രു ആരാണെന്നുള്ള കാര്യങ്ങളെ. എന്നാൽ നാഗേന്ദ്രൻ AM ജ്വല്ലറി എന്നൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് തന്നെ ഒരു ചതിയിലൂടെയാണെന്നും അന്ന് മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടതിന് ശേഷം കുറച്ച് നാൾ ദുബായിലായിരുന്നു എന്നും ദുബായിൽ വെച്ച് ആരെയോ ചതിയിൽപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് വെട്ടിച്ചെടുത്തതാണ് ഈ AM ജ്വല്ലറി എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാവുന്നുണ്ട്. അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ച് അവന്തിയേക്കിട്ടും നമ്മുടെ നന്ദു നല്ലോണം കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ചതിക്കുകയായിരുന്നു അല്ലേടി എന്നും ചോദിച്ചുകൊണ്ട് തന്നെ അവന്തിക ഒന്ന് നന്നായിട്ട് തന്നെ പെരുമാറുകയും ചെയ്യുന്നുണ്ട് നാഗേന്ദ്രന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ. അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയാണ് നന്ദുവും കിരണും ആദർശും കൂടിയിട്ട്. വിജയം കൈവരിച്ച് വീണ്ടും തലയുയർത്തിക്കൊണ്ട് തന്നെ ആദർശും നയനയും തിരിച്ച് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അവന്തികയോടൊപ്പം തന്നെ ജലജ അബി അടിച്ച് പുറത്താകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.